ഫൈൻഡ് മോർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഡിസോൾവ് ആകുന്ന കുറേ സബ്സ്റ്റൻസുകൾ നമ്മൾ കണ്ടു. ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗ്രാം ആൻഡ് ടാർ ഇഫ് ദ സ്റ്റിക്ക്? നമ്മൾ ചക്കൻ്റെ പശ അല്ലെങ്കിൽ ടാറൊക്കെ സ്റ്റിക്കായാൽ അതെങ്ങനെ റിമൂവ് ചെയ്യുക? ദീസ് ക്യാൻ ബി റിമൂവ്ഡ് യൂസിങ് ഓയിൽ ഓർ കെറോസിൻ. എന്താണ്? ഓയിലോ കെറോസിനോ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം എന്താ? ദേ ആർ നോട്ട് സോല്യബിൾ ഇൻ വാട്ടർ. അത് രണ്ടും എന്താവൂല? വാട്ടറിൽ സോല്യബിൾ ആവൂല, വാട്ടറിൽ മിക്സ് ആവില്ല, ഡിസോൾവ് ആവില്ല. വൈ ക്യാൻ ദീസ് ബി വാഷ്ഡ് ഓഫ് ദിസ് വാട്ടർ? എന്തുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ വാഷ് ചെയ്യാൻ പറ്റാത്തത്? എന്താണ്? ബിക്കോസ് ദേ ആർ നോട്ട് സോല്യബിൾ ഇൻ വാട്ടർ. ഈ ജാക്ക് ഫ്രൂട്ട് ഗമ്മ് അതുപോലെ താറൊന്നും എന്താവൂല, വെള്ളത്തിൽ സോല്യബിൾ ആവുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് സോ വാട്ടർ എലോൺ കനോട്ട് ഡിസോൾവ് ഓർ ബ്രേക്ക് ദം ഡൗൺ. എന്താവൂല? വെള്ളത്തിൽ എന്താവൂല, അത് ഡിസോൾവ് ആവാത്തത് കാരണം അത് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതിനാണ് നമ്മൾ കെറോസിനും ഓയിലും ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിൻറ്റ് പിങ്ക് പെൻ ഇങ്ക് ഓർ ക്ലോത്ത്സ്? എന്താണ്? വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിൻറ്റ് പെൻ ഇങ്ക് ഓൺ ക്ലോത്ത്സ്? എങ്ങനെയാണ്? പെന്നില്ലേ, പെന്നിൻ്റെ മഷി നമ്മളെ ഡ്രസ്സിലായാൽ അതെങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യും? യൂസിങ് ആൽക്കഹോൾ ഓർ എ കൊമേഴ്ഷ്യൽ ഇങ്ക് റിമൂവർ. ആൽക്കഹോളോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇങ്ക് റിമൂവർ വാങ്ങാൻ കിട്ടും. അതോ ഉപയോഗിച്ചിട്ട് നമുക്ക് പെന്നിൻ്റെ ഇങ്ക് നമ്മളെ ക്ലോത്തൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് എന്ത്? നമ്മൾ പറഞ്ഞ എന്ത്? വാട്ടറിന് കുറേ സാധനങ്ങൾ ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. എന്താണ്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്. വാട്ടറിന് എന്തിനുള്ള കഴിവുണ്ട്? കുറേ സബ്സ്റ്റൻസുകളെ ഡിസോൾവ് ചെയ്യിക്കാനുള്ള എബിലിറ്റി, കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ വാട്ടറിന് എന്ത് പറയും? യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയും. ഇനി ഇവിടെ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ: ആർ ദ സബ്സ്റ്റൻസസ് ഷുഡ് ബി സൊല്യൂബിൾ ഇൻ വാട്ടർ, സോല്യബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട്? കുറച്ച് സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് വാട്ടറിൽ, കെറോസിനിൽ, കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കട്ടോ, സൊല്യൂട്ട് ചെയ്യിച്ച് നോക്കാം എന്താണ് വരിക എന്നുള്ളത്. അപ്പോൾ വാട്ടറിൽ എന്താണ്? ഷുഗർ, സാൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും സബ്സ്റ്റൻസുകൾ, ഈ 5 സബ്സ്റ്റൻസുകളും വാട്ടറിൽ സൊല്യൂട്ട് ആവുന്നുണ്ട്. പക്ഷേ കെറോസിന്, കോക്കനട്ട് ഓയിലൊന്നും ഇതൊന്നും സൊല്യൂട്ട് ആവുന്നില്ല. നമ്മളെ ക്യാംഫർ മാത്രമാണ് എന്ത്? ക്യാംഫർ മാത്രമാണ് വാട്ടറിലും കെറോസിനിലും കോക്കനട്ട് ഓയിലിലും എന്താവുന്നത്? സൊല്യൂട്ട് ആവുന്നത്. ഇനി റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് ദ വാട്ടർ. നമ്മളെ വാട്ടറിൻ്റെ ലയിക്കാൻ ഡിസോൾവിങ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്കത് ഉപകാരപ്പെടുന്നത് എന്ന് നോക്കാം. ടു വാഷ് ക്ലോത്ത്സ്, ഡ്രസ്സുകൾ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അലക്കുക, കുക്കിങ്ങിന്, ക്ലീനിങ്ങിന് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ ഒരു കപ്പാസിറ്റി, ഈ ഡിസോൾവിങ് കപ്പാസിറ്റി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെയാണ് സിറ്റുവേഷൻ 1, സിറ്റുവേഷൻ 2, സിറ്റുവേഷൻ 3. അങ്ങനെ 3 സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ? ടേക്ക് വാട്ടർ ഇൻ 2 ഗ്ലാസസ് ആൻഡ് മിക്സ് ഷുഗർ ഗ്രെയിൻസ് ഇൻ 1 ആൻഡ് പൗഡേർഡ് ഷുഗർ ഇൻ ദി ഒതർ. നമ്മൾ ആദ്യം ഒന്നിൽ എന്തായി? തരിയുള്ള പഞ്ചസാര എടുത്തു, മറ്റതിൽ പൗഡേർഡ് അല്ലേ, പൗഡറാക്കി പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ടു. രണ്ടാമത്തിൽ എന്ത് ചെയ്തു? 2 ഗ്ലാസ് വെള്ളം എടുത്തു, അതിൽ ഒന്നിൽ എന്ത് ചെയ്തു? ഷുഗർ ഇട്ടിട്ട് മിക്സ് ചെയ്തു, മറ്റേൽ ഷുഗർ ഇട്ടിട്ട് മിക്സ് ചെയ്തില്ല, ഇളക്കി കൊടുത്തില്ല. ചെറിയെന്ന് പറഞ്ഞാൽ ഇളക്കി കൊടുക്കാന്ന് കേട്ടോ. ഒന്നിൽ ഇളക്കി കൊടുത്തു, മറ്റത് നമ്മൾ എന്ത് ചെയ്തില്ല? ഇളക്കി കൊടുത്തില്ല. മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഒന്നിൽ ഹോട്ട് വാട്ടർ, ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള വെള്ളം എടുത്ത്, മറ്റേൽ കോൾഡ് വാട്ടർ എടുത്തു. എന്നിട്ട് അതിലേക്ക് എന്തെടുത്തു? ഒരു ഡ്രോപ്പ് ഇങ്ക്. ഇങ്ക് എന്ന് പറഞ്ഞാൽ മഷി, ഒരു ഡ്രോപ്പ് മഷി അതിലേക്ക് ഒറ്റിച്ചു കൊടുത്തു. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ സിറ്റുവേഷനിൽ എന്താ ഉണ്ടായത്? പൗഡേർഡ് ഷുഗർ ഡിസോൾവ്സ് ഫാസ്റ്റർ ദാൻ ഷുഗർ ഗ്രെയിൻസ് ഡ്യൂ ടു ദ ലാർജർ സർഫസ് ഏരിയ. എന്താ ഉണ്ടായത്? നമ്മളെ പൗഡേർഡ് ഷുഗർ എന്തായി? പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ആയി അല്ലേ? പൗഡേർഡ് ഷുഗർ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ആയി. പക്ഷേ എന്തായി? ഷുഗർ ഗ്രെയിൻസ് എന്തായില്ല?
എന്തായില്ല, അത് പെട്ടെന്നൊന്നും സമയം എടുത്തിട്ടാണ് അത് ഡിസോൾവ് ആവുന്നത്. സിറ്റുവേഷൻ രണ്ടാമത്തേൽ എന്താ ഉണ്ടായത്? സ്റ്റിറിങ് ഇൻക്രീസ് ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ഡിസോൾവ്സ്. നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലായിരുന്നോ? ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാര എന്തായി? പെട്ടെന്ന് വെള്ളത്തിൽ ഡിസോൾവ് ആയി. മറ്റേത് സ്ലോ ആയിട്ടാണ് കുറേ സമയം എടുത്തിട്ടാണ് അതെന്താവണത്? വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്. സിറ്റുവേഷൻ 3 എന്താ ഉണ്ടായത്? ഇങ്ക് ഡിസോൾവ്സ് ഫാസ്റ്റർ ഇൻ ഹോട്ട് വാട്ടർ. അതായത് നമ്മൾ ചൂട് വെള്ളത്തിൽ ഒഴിച്ച് ഇങ്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ആയി. എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഇൻക്രീസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇളക്കം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടുള്ള പാസിങ് ഒക്കെ ഇല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആ മൂവ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ ഹൈ ടെമ്പറേച്ചർ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ക് എന്തായി? പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി സ്പ്രെഡായി. എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ ഇങ്ക് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് എന്തായി? സ്പ്രെഡായി. കാരണം എന്താ? അതിലെന്താണ്? വാട്ടറിൻ്റെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ആയി. ഓക്കെ, അതാണ് 3 സിറ്റുവേഷൻസുകൾ തന്നിട്ടുള്ളത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ. സൊല്യൂഷൻസ് അല്ലാത്തത് സാധനങ്ങൾ എഫക്റ്റിംഗ് സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ. ടെമ്പറേച്ചർ നമ്മളെ സൊല്യൂഷൻസിന് നമ്മൾ പെട്ടെന്ന് തന്നെ സ്പീഡായിട്ട് എന്ത് ചെയ്യാണ്? എഫക്റ്റ് ചെയ്യുന്ന വാട്ടർ വെള്ളത്തിൽ ഇങ്ങനെ സൊല്യൂഷൻ ആവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസുകൾ കണ്ടില്ലേ, ആ 2-3 സിറ്റുവേഷന്. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നും എന്താണ്? ടെമ്പറേച്ചർ. ഹയർ ടെമ്പറേച്ചേഴ്സ് ഇൻക്രീസസ് ഡിസൊല്യൂഷൻ സ്പീഡ്. സൊല്യൂഷൻ്റെ സ്പീഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഹയർ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിപ്പിക്കും. പിന്നെ സർഫസ് ഏരിയയും അതുപോലെ തന്നെ എന്താണ്? ലാർജ് സർഫസ് ഏരിയ ഉള്ളിൽ എന്താവും? പെട്ടെന്ന് തന്നെ ഫാസ്റ്ററായിട്ട് സ്മോൾ പാർട്ടിക്കിൾസ് ഡിസോൾവ് ആയും. ലാർജ് സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ. സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ ഇളക്കി കൊടുക്കുക. ഏജിയേഷൻ ഹെൽപ്സ് ഡിസ്ട്രിബ്യൂട്ട് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മോർ ഇവൻലി സ്പീഡിങ് അപ്പ് ഡിസൊല്യൂഷൻ. എന്താണ്? സൊല്യൂഷനിൽ നമ്മൾ സ്റ്റിറിങ് ചെയ്താൽ എന്തായി? ആ സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് ടെമ്പറേച്ചർ, സർഫസ് ഏരിയ, സ്റ്റിറിങ്. അപ്പോൾ സൊല്യൂഷൻ ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് എളുപ്പം സഹായിക്കുന്നതാണ് ടെമ്പറേച്ചർ, സർഫസ് ഏരിയ, സ്റ്റിറിങ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ആൾക്കാരും. വാട്ടർ ഇൻ മെനി ഫോംസ്. നമുക്കറിയാം അല്ലേ, വാട്ടർ ഏതൊക്കെ ഫോമുകളിലുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വന്ന സംഭവമാണല്ലേ. കാരണം നമ്മളെ വീട്ടിൽ എന്തുണ്ട്? നമ്മൾ വെള്ളം എടുക്കുന്നു, ഫ്രീസറിൽ വെക്കുന്നു, ഐസാക്കുന്നു അല്ലേ. അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്താവും? അത് വീണ്ടും വെള്ളമാവുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മച്ചാൾ എന്തുണ്ടാക്കും? ചായ ഉണ്ടാക്കാൻ വെള്ളം വെച്ചിട്ട് ഓർമ്മയില്ലാണ്ട് പോയാൽ എന്താവും? ആ പാത്രത്തിലെ വെള്ളം കാണാണ്ടാവില്ല അല്ലേ. അതെന്തായി പോയി? നീരാവിയായി പോകും അല്ലേ. അപ്പോൾ വാട്ടർ 3 ഫോമുകളിൽ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ 3 ഫോമിൽ നമ്മളെ വാട്ടർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മൾ ഐസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഐസിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിങ്. സ്പോയിലിങ് എന്ന് പറഞ്ഞാൽ കേട് വരാതിരിക്കുക. കേട് വരാതെ ആ ഫുഡിനെ പ്രിസർവ് ചെയ്യും. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് ആരാണ്? നമ്മൾ ഐസുകളാണ്. ടു കൂൾ ഡ്രിങ്ക്സ് എന്താണ്? തണുത്ത വെള്ളത്തിൽ ഉപയോഗിക്കാം. പിന്നെ ടു റെഡ്യൂസ് സ്പില്ലിങ് ഇഞ്ചറീസ്. നമ്മളെ തലയ്ക്ക് എവിടെയെങ്കിലും ചെന്ന് മുട്ടിക്കാണ്ട് ഇങ്ങനെ വീങ്ങി വരുന്നുണ്ട് തോന്നുമ്പോൾ എന്താവും? നമ്മൾ ഉമ്മച്ചാൾ എന്ത് ചെയ്യും? നമ്മൾ ഐസ് എടുത്തോണ്ട് നിൽക്കാണ്ട് നമ്മൾ നെറ്റിമ വെച്ചിടും. അപ്പോൾ പറയാം അവിടെ വീക്കം വരില്ല, അത് വെച്ചാൽ ഐസ് വെച്ചാൽ വീക്കം വരില്ല എന്ന് പറയില്ലേ. അതാണ് ടു റെഡ്യൂസ് സ്വെല്ലിങ് ഇൻ ഇഞ്ചറീസ് എന്ന് പറയുന്നത്.